ഹായ്, എല്ലാവർക്കും നമസ്കാരം. നാം വീടുകളിലും മറ്റും പഴച്ചെടികളൊക്കെ വച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് സമയങ്ങളിൽ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഒരുപാട് ഉയരത്തിലേക്ക് ചെടി വളരില്ല, പുതിയ ശിഖരങ്ങൾ വരും, ധാരാളം ഇലകളുണ്ടാവും, അതുപോലെ നല്ല കായ്ഫലം ഉണ്ടാവും. ഇവിടെ കാണുന്ന ഈ കറിവേപ്പ് അതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ നല്ല ഫലം ഉണ്ടാകുന്ന, റിസൾട്ട് ഉണ്ടാകുന്ന ചെടികളിലൊന്നാണ്. ഈ കാണുന്ന ചെടി കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ഷോർട്സ് ചെയ്തിരുന്നു. അന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയതിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ കാണുന്ന ഇലകളൊക്കെയും. പുതിയ ഇലകൾ വന്നു, കുറച്ചും കൂടെ ആ ചെടി ഒരു ചെറിയ തൈ മരമായി മാറി. ഇതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ഒരു ഗുണം, ഒരുപാട് ഉയരത്തിലേക്ക് പോലെ. നമുക്കറിയാം, കറിവേപ്പ് നമ്മുടെ വീട്ടാവശ്യത്തിന്, അടുക്കളയിൽ വീട്ടമ്മമാർ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഓടിച്ചെന്ന് പെട്ടെന്ന് ഒടിച്ചെടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം അവർക്ക് കഴിയും. നിങ്ങൾ കൈവച്ച് ഒടിച്ചെടുക്കുകയാണോ അതോ ഈ കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം ചിലർ പറയാറുണ്ട്, പഴയ ആൾക്കാരൊക്കെ, പഴമക്കാർ പറയാറുണ്ട് കൈവച്ച് ഒടിച്ചെടുക്കണമെന്ന്. എൻ്റെ അനുഭവത്തിൽ കൈവച്ച് ഒടിച്ചെടുത്താലും അതുപോലെ ഈ കത്രിക വെച്ച് കട്ട് ചെയ്താലും നല്ല റിസൾട്ട് തന്നെയാണ്. ഞാൻ ഓൾറെഡി അന്ന് ആ ഷോർട്സ് ചെയ്യുന്ന സമയത്ത് കത്രിക വെച്ചാണ് ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയിരുന്നത്. ധാരാളം ഇലകൾ പുതുതായിട്ടുണ്ടായി. ചാണകപ്പൊടിയോ മറ്റ് ജൈവവളങ്ങൾ കൂടുതലും ഉപയോഗിക്കുന്നതാണ് കറിവേപ്പ് കണക്കുള്ള ചെടികൾക്ക് നല്ലത്. വെള്ളവും വളവും അതുപോലെ തന്നെ ധാരാളം സൂര്യപ്രകാശമുള്ള കിട്ടുന്ന ഒരു സ്ഥലത്തും കൂടെ ആണ് നടുന്നതെങ്കിൽ കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ കറിവേപ്പ് വെച്ചപ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് കൈവച്ച് ഒടിച്ചെടുക്കുകയാണോ അതോ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.